വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇടിച്ചക്ക കട്ട്ലറ്റ് ആണ്. ഇപ്പോൾ ഇടിച്ചക്കൻ്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക ഉപയോഗിച്ച് കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇടിച്ചക്ക ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊണ്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ പീസും അതൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടിച്ചക്കൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടിച്ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിലിന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇടിച്ചക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞു വന്നാൽ മതി കേട്ടോ. ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നില്ല. പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് കട്ട്ലറ്റിലുള്ള മസാല റെഡിയാക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഞാൻ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണക്ക് പോയതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇടിച്ചക്ക കട്ട്ലേറ്റ് കുറച്ച് സ്പൈസി ആയാലാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയും പച്ചമുളക് കുറച്ച് അധികം എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ ബ്രെഡൊക്കെ പുഡിങ്ങിനൊക്കെ വേണ്ടി ഉണ്ടാക്കുമ്പോൾ അരികൊക്കെ കട്ട് ചെയ്യില്ലേ, അതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം.
ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാം ഒരു ബോളാക്കി എടുത്തേക്കാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു കൈ ഉപയോഗിച്ച് മുട്ട മുക്കിയതിന് ശേഷം മറ്റേ കൈ ഉപയോഗിച്ച് റോൾ ചെയ്തെടുക്കണം നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ടൻ്റെ ആ ഒരു നനവൊക്കെ തട്ടി ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി കട്ട്ലറ്റ് പൊരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ കട്ട്ലറ്റ് പൊരിച്ചെടുക്കാം. ഒരു നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡും കൂടി അതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലറ്റൊക്കെ മുരിച്ചിലൊക്കെ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇതേപോലെ ബാക്കി കട്ട്ലറ്റും കൂടി പൊരിച്ചെടുക്കാം. ഇടിച്ചക്ക കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇടിച്ചക്ക കൊണ്ട് ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.